എടി ഉണ്ണി, എത്രയൊക്കെ ആയാലും അവര് നിന്റെ കെട്ടിയവന്റെ ഉമ്മയല്ലേ. അപ്പൊ ആ ഒരു സ്ഥാനവും ബഹുമാനൊക്കെ നമ്മൾ അവർക്ക് കൊടുക്കണം. ആരും തിരിഞ്ഞു നോക്കാൻ ഇല്ലാണ്ട് പുഴുത്ത് ചാവുള്ളൂ അവരൊക്കെ. 90-ന് ഞാൻ ജസ്റ്റിനാനും കുട്ടീനെയും എന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് എന്നിട്ട് എന്തിനാ എന്നെ എന്റെ കുട്ടീനെ കൊല്ലാൻ സ്നേഹിക്കാൻ വന്നാക്കണു. നാണില്ലാത്ത തള്ള. ഓ റബ്ബേ വയ്യ. കാലുവേദന കുറച്ച് കുറവുണ്ട്. മെല്ലെ മെല്ലെ നടന്നു നോക്കട്ടെ. അല്ലാ പടച്ചോനെ. അല്ലാ എന്നാ ദേ അവർക്കും കൊണ്ടുകൊടുക്ക്. പിന്നെ എനിക്കൊന്നും വയ്യ, ഉമ്മേനെ കൊണ്ടുകൊടുത്ത. എന്താണ് നീ ഇങ്ങനെയൊക്കെ പറയണത്? അവർക്ക് വയ്യാണ്ടിരിക്കല്ലേ, നീ ഇത് കൊണ്ടുപോയി കൊടുക്ക്. ഉമ്മാക്ക് പ്രാന്താണ് അവരിങ്ങനെ ഊട്ടാന്. ഉമ്മാക്ക് അവര് ശരിക്കുള്ള സ്വഭാവം അറിയില്ല കേട്ടോ. ആ സ്വഭാവം ഞാൻ കുറെ കണ്ട് അനുഭവിച്ച ആളാണ്. ഇപ്പൊ അവരിങ്ങനെ ഇരിക്കണമെന്ന് നിങ്ങൾ നോക്കണ്ട. അവരുടെ കാലത്തെ വേദന ഒന്ന് കുറയട്ടെ, അവരുടെ തനി സ്വഭാവം അപ്പൊ കാണാം. പിന്നെ തുടങ്ങും അവര് നമ്മളെ രണ്ടാളിട്ട് പടിയെടുക്കാന്. അതെന്തെങ്കിലും ആവട്ടെ എന്റെ ഉണ്ണിയെ. നമ്മളും കുറച്ചൊക്കെ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ അങ്ങോട്ട് വെക്കുക തന്നെ. അപ്പൊ പകുതി പ്രശ്നവും ഉണ്ടാവില്ല. നിങ്ങൾ ആരെടുത്ത് ഉമ്മ പറയണത്? 1.5 കൊല്ലം അവരെ കൂടി ഇരുന്ന് കഴിച്ചു കൂട്ടിയ എന്റെ അടുത്തോ? നമ്മൾ എത്രയൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചാലും അവരൊന്നും ഒതുങ്ങില്ലമ്മ. അത് അങ്ങനെ ഒരു ജന്മമാണ്. എടി ഉണ്ണി, എത്രയൊക്കെ ആയാലും അവര് നിന്റെ കെട്ടിയവന്റെ ഉമ്മയല്ലേ. അപ്പൊ ആ ഒരു സ്ഥാനവും ബഹുമാനൊക്കെ നമ്മൾ അവർക്ക് കൊടുക്കണം. ഇപ്പൊ പെണ്ണിന്റെ വീട്ടുകാരെ തന്നെ കുറച്ച് താന്ന് നിൽക്കേണ്ടത്. അതിപ്പോ എല്ലാവരും അങ്ങനെ തന്നെ. അവര് ആ സ്ഥാനം എനിക്ക് തരുന്നോ? അവരുടെ മകന്റെ ഭാര്യയായിട്ട് അവര് എന്നെ കണ്ടോ? ഉമ്മ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അവരിനെ അങ്ങനെ കാണാൻ പറ്റില്ല. ഉമ്മക്കറിയോ എനിക്ക് വിശേഷം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേ അവര് പറയാണേ ഇപ്പൊ തന്നെ എന്തിനാ കുട്ടിയും മക്കളൊക്കെ അതിനങ്ങട് കളഞ്ഞൂടേന്ന്. ഡോക്ടർ എന്നോടന്ന് റെസ്റ്റ് പറഞ്ഞില്ലമ്മ. ആ സമയത്തുണ്ടല്ലോ ഇവര് എന്നെ കൊണ്ട് ആ വീട്ടില് ചെയ്യിപ്പിക്കാത്ത പണികളില്ല. എന്തിനാ പറയണുമ്മ, ഇവരെന്നെ സ്റ്റെപ്പില് എണ്ണ ഒഴിച്ചിട്ട് വീഴ്ത്തിയിട്ടിട്ടുണ്ട്. പടച്ചോന്റെ കാവലുകൊണ്ട് എനിക്കൊന്നും പറ്റിയില്ല. ഇതൊന്നും ഞാൻ ആരടുത്തും പറഞ്ഞിട്ടില്ല അമ്മ. ഇക്കാന്റെ അടുത്ത് പോലും ഞാൻ ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ഇക്കാന്റെ അടുത്ത് പറഞ്ഞാണ്ടല്ലോ ഇക്ക അവരിനെ പച്ചയ്ക്ക് കത്തിക്കും. അന്ന് ഇറങ്ങിയതാ ഞാൻ അവിടുന്ന്. പിന്നെ എങ്ങനെയാവുമ്പോ ഞാൻ അവരിനെ ഒരു ഉമ്മാന്റെ സ്ഥാനത്ത് കാണുക? ഉമ്മക്ക് എന്റെ സ്വഭാവം അറിയാലമ്മ. ഞാൻ അങ്ങനെ ആരടുത്തും ഒന്നിനും അങ്ങനെ പോവാറില്ല. ഞാൻ സഹിക്കാവുന്നതിൽ അപ്പുറം സഹിച്ചിട്ടുണ്ട് ഉമ്മ. ഇപ്പോഴും അവരെ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എനിക്ക് തോന്നൂല്ല. ഇനിയൊന്നും അവര് നേരാവില്ലമ്മ. പക്ഷെ പടച്ചോന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ അവർക്ക് കിട്ടും ഉമ്മ. എന്ന് ഈ ആരോഗ്യമൊന്നും ഉണ്ടാവില്ലല്ലോ, മനുഷ്യന്മാരല്ലേ. കാണാപ്പോ അവരിനെ ആരാ നോക്കുകയെന്ന്. എന്റെ മൂത്തശ്ശി എന്തായാലും തിരിഞ്ഞു നോക്കില്ല. എന്നെക്കാളും കൂടുതൽ അനുഭവിച്ചിട്ടുണ്ട് അത്. ആരും തിരിഞ്ഞു നോക്കാനില്ലാണ്ട് പുഴുത്ത് ചാവുള്ളൂ അവരൊക്കെ. കയ്യിലിരിപ്പ് നന്നാവണം. വന്നു കയറുന്ന പെണ്ണുങ്ങളെ സ്നേഹിക്കണം. അവർക്ക് കുറച്ച് സ്വസ്ഥത കൊടുക്കണം. എന്നാലും അതൊക്കെ തിരിച്ചും കിട്ടുള്ളൂ. സ്വന്തം മക്കളിനെ പോലും അവര് നേരെ നമ്മളെ സ്നേഹിച്ചിട്ടില്ല. പിന്നെയല്ലേ ഞങ്ങളിനൊക്കെ. അവർക്ക് പണാമ വേണ്ട. തീട്ടത്തിൽ പൈസ ഇറങ്ങാണ്ടാലും അവരെടുക്കും. ഇങ്ങനെ ഒരു ഒറ്റക്കൊരങ്ങി തള്ള ചാവം. ബാബു ബാബു ഉറങ്ങടി ബാബു. ജെസ്സിയെ കുളിക്കാൻ പോയോ? വെള്ളം കൊണ്ടുവച്ചിട്ടുണ്ട്. പെണ്ണുറങ്ങിട്ടില്ലമ്മ, ഇതാ വരുന്നു. ഒന്ന് ഉറങ്ങടി വേഗേ, ഉമ്മച്ചിക്ക് കുളിക്കാൻ പോണം. കുട്ടീനെത്താ ഞാൻ പിടിക്കാം, നീ പോയി കുളിച്ചോ. താ ഇല്ലടി 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 വാപ്പമ്മേടി കരയണ്ടിടി. വാപ്പമ്മേടി ഇല്ലടി ഇല്ലടി. പെണ്ണുറങ്ങിയാ? ഇല്ല, കുട്ടീന്റെ വാപ്പമ്മേന്റെ ഉണ്ട്. ആ കുട്ടി കിടന്ന് കരഞ്ഞാലും തിരിഞ്ഞു നോക്കാത്തവരാ. എന്റെ കുട്ടീനെ അവരെന്തെങ്കിലും ചെയ്യണാവോ? അത് പോടി, നീ കുളിക്കാൻ നോക്കും. ആ വെള്ളത്തിന് ചൂട് പാറും. നിന്റെ ഉമ്മച്ചീനെ വാപ്പമ്മ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് മാന. നിന്നെ വയറ്റിലായിരിക്കുമ്പോ ഒരു ഗർഭിണിയായ പെണ്ണിനോട് ചെയ്യാൻ പറ്റാത്തതൊക്കെ ഞാൻ അതിനോട് ചെയ്തിട്ടുണ്ട്.
ഞാൻ അങ്ങനെ ആയി പോയി മോനെ. എനിക്കറിയില്ല. വന്നു കയറുന്ന പെണ്ണുങ്ങളെ സ്നേഹിക്കാനല്ല ദ്രോഹിക്കാനാണ് ഞാൻ പഠിച്ചത്. അത് ചിലപ്പോ എന്റെ ജീവിതവും അങ്ങനെ ആയതുകൊണ്ടായിരിക്കും. എന്നെ എന്റെ അമ്മായിമ്മ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. ചിലപ്പം അതുകൊണ്ടായിരിക്കും ഞാനും അങ്ങനെ ആയത്. എല്ലാവരുടെ അടുത്തും എനിക്ക് ദേഷ്യമായിരുന്നു. നിന്റെ ഉമ്മച്ചീൻ്റെയിലും നിന്റെ മൂത്തുമ്മാൻ്റെയിലും നിന്റെ അടുത്തും. എന്തിനാ പറയണം, ഞാൻ നൊന്ത് പ്രസവിച്ച എന്റെ മക്കളെ പോലും ഞാൻ നേരാമണ സ്നേഹിച്ചിട്ടില്ല. പണത്തിനല്ലാണ്ട് ഞാൻ അവരെ സ്നേഹിച്ചിട്ടില്ല. എന്റെ പൊന്നുവാനെ. എന്നാ കുട്ടിക്ക് പാല് കൊടുക്കുക, അതിന്റെ വയറ്റിൽ ഒന്നുമില്ല. കരണ്ട ഇല്ല. ഓ ഓ ഓ ഓ ഇല്ലടി ഓ ഓ ഉറങ്ങിക്കിടി പൊന്ന. ഓ ഓ ഓ ഓ പൊന്നെവിടെ. ഓ ഓ ഓ ഓ വാവൂ. ഇല്ലടി പൊന്ന, ഉറങ്ങിക്കോ. എന്താ ഒരു കഷ്ടം, പെണ്ണ് ഉറങ്ങണമില്ലല്ലോ. കരയണ്ട. കുട്ടി കിടന്ന് കരയുണ്ടല്ലോ. എന്ത് കുട്ടി ഞാൻ കരയുന്നു? കുറെ നേരമല്ല തുടങ്ങിയിട്ട്. പെണ്ണ് ഇത്തിരി കൂടി പാല് കൊടുക്കും മായനെ. അത് വെറും കരച്ചലാ, വിശന്നിട്ടാ തോന്നുന്നു. ഇപ്പഴല്ലേ ഉമ്മ പാല് കൊടുത്തത്, പിന്നെന്താ പെണ്ണിങ്ങനെ കരയണത്? ആവോ ഇന്ന് എന്താണാവോ പെണ്ണിന് ഒരു പോള കണ്ണടച്ചിട്ടില്ല. ഇല്ല കരണ്ട. ഓ ഓ ഇല്ലടി. ഉറങ്ങിക്കോ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. കരണ്ട. ഓ എന്താ അത്, പെണ്ണ് വെറും കരച്ചിലാണല്ലോ. അതിനിത്തിരി വൈകുന്നേരം നേരെ ഈ കടുകും മുളകും ഉപ്പൊക്കെ കുഴിഞ്ഞിട്ടേ ഇത്തിരി അടുപ്പിൽ ചുറ്റിയിട്ട് ഇടണേ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഇങ്ങനെ കുട്ടീനെ കാണാൻ വരില്ലേ, കണ്ണുണ്ടാവേ. അതൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. ഇതിപ്പോ എന്താണാവോ? ഇന്ന് അങ്ങോട്ട് തരും കുട്ടീനെ ഞാൻ എടുക്കുക, നിങ്ങൾ ഇത്തിരി നേരം കടന്നോളി. അതൊന്നും വേണ്ട, നിങ്ങൾ പോയി കടന്നോളി. നിങ്ങക്ക് കാലുവേദനയൊക്കെ ഉള്ളതല്ലേ, ഞാൻ എടുക്കാം. നിങ്ങൾ പോയി കടന്നോളി. കാലുവേദനയൊക്കെ കുറവുണ്ട്, അതൊന്നും കുഴപ്പമില്ല. എത്ര നേരം നിങ്ങൾ ഉറക്കൊഴിക്കല്ലേ, സമയം 2 മണിയായി. ഞാൻ കേക്കിട്ട് പെണ്ണിന്റെ കരച്ചിലൊക്കെ. ഞാൻ എടുക്കാം, നിങ്ങൾ കുറച്ചേരം കടന്നോളി. തരീ ഓ ഇല്ലടി. ഓ കരയണ്ട. ഇല്ല ട്ടാ, വാപ്പം എടുക്കാം. ഇല്ല. ഓ കുട്ടിക്ക് പാല് കൊടുത്തല്ലേ ജെസ്സിയെ, നീയും കുറച്ചേരം കടന്നോ? ഇല്ല. ഓ മമ്മ എടുക്കടി. വാവൂ. കരയണ്ടടി. ഇല്ലടി പൊന്ന, പാപ്പമ്മന്റെ കുട്ടിയില്ലടി. ഓ നിങ്ങൾ എന്തിനാന്ന് ഇതൊക്കെ ചെയ്യുന്നത്, ഈ വയ്യാത്ത കാലും വെച്ചിട്ട്? നിങ്ങൾക്ക് അവിടെ എവിടെയെങ്കിലും ഇത്തിരി മിണ്ടാണ്ടിരുന്നൂടെ? കാല് വേദനയൊക്കെ മാറിയെന്നു. പിന്നെ കുട്ടി ഇപ്പം നിങ്ങളുടെ മാത്രല്ലല്ലോ, എന്റെയും കൂടി പേരക്കുട്ടിയല്ലേ. അപ്പൊ ഞാനും ചെയ്യട്ടെ. എന്നാ ചെയ്തോളി. പിന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട്. അതിപ്പോ കുട്ടിക്ക് 90 ആവാറായില്ലേ. അപ്പൊ 90-ന് ഞാൻ ജസീനാനും കുട്ടീനെയും എന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടോട്ടെ. അതിപ്പോ അവരിവിടെ വാടകയ്ക്കല്ലേ, അതുകൊണ്ട് വരുമോ എന്തോ. നിങ്ങൾ അവളുടെ അടുത്ത് ഒന്ന് പറയോ? നിങ്ങൾ പറഞ്ഞ അവള് കേൾക്കും. എന്നിട്ട് എന്തിനാ എന്റെ കുട്ടീനെ കൊല്ലാനാണോ? നിങ്ങളുടെ സ്നേഹാഭിനയൊന്നേ ഇവിടെ വേണ്ട. അഭിനയൊന്നല്ല ജസീ, ഞാൻ സ്നേഹത്തോടെ തന്നെ പറയണത്. ഇനിയിപ്പോ എന്തായാലും ആ വീട് നിങ്ങൾക്കുള്ളതല്ലേ.
മൂത്തവൻ എന്തായാലും സ്വന്തമായി വീടൊക്കെ വെച്ച് മാറി. അതുകൊണ്ട് നിങ്ങൾ അവിടേക്ക് വരണം. അപ്പൊ എനിക്ക് എന്റെ പേരക്കുട്ടീനെ എപ്പോഴും കാണും കൊഞ്ചിക്കൊക്കെ ചെയ്യാലോ. എപ്പ തൊട്ട് തുടങ്ങി പേരക്കുട്ടീൻ്റെ അടുത്തുള്ള ഈ സ്നേഹം? കള്ളിയോ നിങ്ങൾ, പെരും കള്ളി. കുടിക്കണ വെള്ളത്തിൽ പോലും നിങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ല. നിങ്ങളുടെ സ്വഭാവം നല്ലതായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു. ഒരു വീടുണ്ടായിട്ടും ഈ വാടക വീട്ടിൽ വന്ന് പെട്ടി കിടക്കേണ്ടി വന്നു എനിക്ക്. അതൊക്കെ പോട്ടെ, എന്റെ എന്റെ കുട്ടീനെ നിങ്ങള് വേണ്ട, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. എന്നിട്ട് അവര് സ്നേഹിക്കാൻ വന്നാക്കണു. നാണൂല്ലാത്ത തള്ള. പ്രസവം നോക്കാനാണ് പറഞ്ഞിട്ടേ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നപ്പോഴേ കുറ്റിച്ചൂലെടുത്ത് ആട്ടി ഒട്ടിക്കാൻ എനിക്ക് അറിയാണ്ടല്ല. എത്രയൊക്കെ ആയാലും എന്റെ കെട്ടിയോന്റെ ഉമ്മയല്ലേന്ന് വിചാരിച്ചിട്ടാ ഞാനൊന്നും മിണ്ടാത്ത്. എന്നോട് ക്ഷമിക്കും ജെസ്സി. എനിക്ക് എന്റെ തെറ്റുകളൊക്കെ മനസ്സിലായി. ഞാൻ എന്റെ 2 മരുമക്കളിൽ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. അതിനുള്ള ശിക്ഷ പഠിച്ചവൻ എനിക്ക് തന്നോട്ടെ. അതെന്താണെങ്കിലും ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും. അത്രയ്ക്കും പാപിയാണ് ഞാൻ. തെറ്റുകൾ മനസ്സിലാക്കി അത് തിരുത്തുക, അതാണല്ലോ ഏറ്റവും വലിയ കാര്യം. ഇനി എന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. അത് പടച്ചവനെ സാക്ഷിയാക്കി ഞാൻ ഉറപ്പു തരാം. എനിക്കേ നിങ്ങളുടെ വിശ്വാസമില്ല. എനിക്ക് മാത്രല്ല, ഉമ്മയാണ് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇക്കാക്കും നിങ്ങളുടെ വിശ്വാസമില്ല. അതെങ്ങനെ ഉണ്ടാവുക? മക്കളിനെ സ്നേഹിക്കണം. സ്നേഹം എന്താന്ന് അറിയാത്ത നിങ്ങളുടെ അടുത്തൊന്നും അതിനെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാം. ഞാൻ എന്തായാലും നിങ്ങളുടെ വീട്ടിലേക്ക് വരില്ല. പിന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടെ നിന്ന് പൊക്കോ. എന്റെ കുട്ടീന്റെ കാര്യങ്ങൾ നോക്കാനേ തൽക്കാലം എനിക്ക് നിങ്ങളുടെ ആവശ്യമില്ല. അതിന് എന്റെ ഉമ്മയുണ്ട്. നിങ്ങൾക്ക് രാത്രി ഉറക്കം ഒഴിക്കാൻ പറ്റില്ല, മെരുങ്ങാൻ പറ്റില്ല. പിന്നെ ഇപ്പൊ എന്തിനാ നിങ്ങൾ തിന്നു മുടിപ്പിക്കാനാ? അപ്പൊ പൊക്കോളി. എന്തിനാ വെറുതെ ഇവിടെ നിന്നിട്ട് ഞങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? നിങ്ങൾ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടാണ്. ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. കുറച്ച് ദിവസമായി ഞാൻ ഇതൊക്കെ പറയണം പറഞ്ഞിട്ടിരിക്കുന്നു. ഇതില് കൂടുതലുണ്ട്. അപ്പൊ എങ്ങനെയാ, പോവല്ലേ? ഇപ്പോ ഈ നിമിഷം ഇവിടെ നിന്ന് പോണം. നിങ്ങൾ അതൊന്നും കാര്യാക്കണ്ട. അവളുടെ വിഷമം കൊണ്ട് പറഞ്ഞതായിരിക്കും. അവൾക്ക് വലിയ കാര്യമായിരുന്നു. അവളുടെ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ അവള് വീട്ടിലേക്ക് വരുമ്പോ നിങ്ങളെ കുറിച്ച് പറയാനും അവൾക്ക് 100 നാവായിരുന്നു. അവളിനെ പറഞ്ഞിട്ടും കാര്യമില്ല. അവള് പറയട്ടെ, അതൊക്കെ ഞാൻ കേൾക്കണല്ലോ. എല്ലാം എനിക്കറിയാം. ഇപ്പൊ അതിനൊക്കെ എനിക്ക് കുറ്റബോധമുണ്ട്. അവള് പറയണ പോലെ ഇതൊന്നും എന്റെ അഭിനയമല്ല. ഇതൊക്കെ ഞാൻ എന്റെ മനസ്സിൽ തട്ടിയിട്ട് തന്നെ പറയണത്. അവളെ ഞാൻ എന്റെ മകളിനെ പോലെ അല്ല, ഞാൻ എന്റെ മകളായിട്ട് തന്നെ കാണുള്ളൂ. നിങ്ങൾ അവളുടെ അടുത്ത് ഒന്ന് സംസാരിക്കും. എനിക്ക് ഇനി ആ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കാൻ വയ്യ. മടുത്തു എനിക്ക് എന്റെ മക്കളുടെയും പേരക്കുട്ടികളുടെയും കൂടെ കഴിഞ്ഞാൽ മതി. നിങ്ങൾ അവളുടെ അടുത്ത് ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കും. എന്റെ മകളുടെ മനസ്സിന് അത്ര വലിയ കട്ടിയൊന്നും ഇല്ല. അതൊരു പാവമാണ്. നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾ അവളിനെ 90 കൂട്ടിക്കൊണ്ടോക്കോളി. അവൾ നിങ്ങളുടെ ഒപ്പം വരും. അത് ഞാൻ തരുന്ന ഉറപ്പാ.